നമസ്കാരം. ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുകയാണ്. തിലകം ചാർത്തിക്കൊണ്ടാണ് മലയാളികളായ ബി.ജെ.പി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ നിലവിൽ മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുന്നത്. എൻ.ഡി.എയുടെ നേതൃത്വത്തിൽ താനെയിൽ നടക്കുന്ന ദക്ഷിൺ ഭാരത് മഹാസമ്മേളനത്തിൽ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ പങ്കെടുക്കുന്നുമുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ തന്നെയുണ്ട്. എൻ.ഡി.എ സ്ഥാനാർത്ഥി നരേഷ് മസ്കയുടെ വിജയം ഉറപ്പിക്കുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ശോഭാ സുരേന്ദ്രൻ മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഉടൻ തന്നെ വിദേശത്തേക്ക് വിശ്രമത്തിന് വേണ്ടി പോയ നേതാക്കളെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ബി.ജെ.പി നേതാക്കളുടെ പ്രവർത്തന രീതി അങ്ങനെയല്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തിയായി എങ്കിൽ പോലും അവരുടെ ജോലി കുറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഉൾപ്പെടെ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പിന്നണിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പിന്നണിയിൽ പോലും അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനും വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. അദ്ദേഹം യു.പി, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലകൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അടുത്ത ഘട്ടങ്ങളിലൊക്കെയും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്. യു.പിയും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെയും വി മുരളീധരന്റെ സാന്നിധ്യം ബി.ജെ.പി ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കെ സുരേന്ദ്രൻ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പിന്നണിയിൽ പോലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന. ഇലക്ഷൻ കഴിഞ്ഞ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പോലും ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇലക്ഷൻ മോഡിലുള്ള ഒരു പാർട്ടി എന്ന പേര് ബി.ജെ.പിക്ക് ലഭിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ പോലും ബി.ജെ.പിയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. കാരണം എപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അതിനെ നേരിടാൻ ബി.ജെ.പിക്ക് സാധിക്കും. കാരണം അവരുടെ പിന്നണിയിലുള്ള നേതാക്കൾ, പ്രവർത്തകരൊക്കെയും വളരെ ഊർജ്ജസ്വലരായി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിശ്രമത്തിലേക്ക് പോകാതെ മറിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിനായുള്ള വലിയ ബുദ്ധിമുട്ടുകളാണ് സഹിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ കർമ്മനിരതരായാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ ഒന്നും തന്നെ കേരളത്തിൽ കാണുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയാണിത്. അവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ വ്യാപൃതരാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.